ഹായ് ഫ്രണ്ട്സ്, പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സിൽവിച്ചനാണ്. സിൽവിച്ചിന്റെ എല്ലാ വിശേഷങ്ങളും നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. സിൽവിച്ച, താങ്ക് യു. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് നമുക്ക് വെറൈറ്റി ആയിട്ട് ചെയ്യാം, ഡിഫറെന്റ് ആയിട്ട്. നമുക്ക് ഒരു 2 വീലർ ലൈസൻസ് എങ്ങനെ എടുക്കാമെന്നും അത് കഴിഞ്ഞിട്ടുള്ള കോസ്റ്റും അതിന്റെ ഒപ്പം നമുക്ക് കൊണ്ടുപോയി നടക്കാനുള്ള കോസ്റ്റും എല്ലാം കൂടെ നമുക്ക് ചേർത്തങ്ങ് നമുക്ക് ഈ വീഡിയോ ചെയ്യാം. നമ്മൾ തിയറിക്ക് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും കാറിനേക്കാളും വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മുടെ ഇതുപോലെ തന്നെ DVLയുടെ തന്നെ ഫ്രീ ആയിട്ടുള്ള മോഡ്യൂൾസ് ഉണ്ട്, നമുക്ക് ഓൺലൈനിൽ പഠിക്കാവുന്നത്. നമ്മളെല്ലാം പഠിച്ച് പ്രിപ്പയർ ചെയ്ത് തന്നെ പോകുക. നമ്മൾ ഈസി ആയിട്ട് പോയിട്ട് എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് ലൈസൻസ് കിട്ടാനായിട്ട് പാടാണ്. ഇപ്പൊ ആരോടും പറയത്തൊന്നുമില്ല ഞാൻ പോയായിരുന്നു, പാസ്സായില്ല, ഫെയിലായെന്ന്. പാസ്സായി കഴിഞ്ഞിട്ട് മാത്രമാണ് സാധാരണ എനിക്ക് കിട്ടിയിട്ടോ, എനിക്ക് തിയറി കിട്ടിയിട്ടോ എന്ന് പറയത്തുള്ളൂ. എളുപ്പമല്ല ഇത്. എനിക്ക് തോന്നുന്നു എക്സാമിന് കാറിനേക്കാളും വ്യത്യാസമുണ്ട്. ഹസാർഡ് ആണെങ്കിലും വ്യത്യാസമുണ്ട്, നമ്മുടെ തിയറി ആണെങ്കിലും വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ അതെല്ലാം നന്നായിട്ട് പ്രിപ്പയർഡ് വേണം പോകാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ മോഡ്യൂൾ 1 പോവാണെങ്കിലും മോഡ്യൂൾ 1 ഒക്കെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ ഫെയിൽ ആക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് ചെല്ലുമ്പോൾ തന്നെ നമ്മളോട് ബൈക്ക് എടുത്തിട്ട് മാറ്റി ആ ഗേറ്റിന് അവിടെ കൊണ്ടുവയ്ക്കാനേ പറയുള്ളൂ. നമ്മൾ ഇവിടുന്ന് എടുത്തത് അവിടെ കൊണ്ടുവയ്ക്കാൻ പറയും. അതിൽ തന്നെ അവർ എന്തെല്ലാം കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുള്ളതാണ്. നമ്മൾ കയറിയിരിക്കുന്നതിന് മുമ്പ് നമ്മൾ അവിടെ സ്റ്റാൻഡ് കറക്റ്റായിട്ട് തട്ടിയോ, നമ്മുടെ ലൈഫ് അങ്ങോട്ട് നമ്മൾ ലൈഫ് സേവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ നോക്കിയോ, നമ്മൾ ഒരുപാട് സംഭവങ്ങൾ. അത് തന്നെ ഒബ്സർവേഷൻ ഭയങ്കര കീ ആണ്. അത് തന്നെ അവർ ഒത്തിരി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ബൈക്കിലേക്ക് കയറുന്നത് തന്നെ. അപ്പൊ തന്നെ നമ്മൾ വേണമെങ്കിൽ ഫെയിൽ. ആ ഗേറ്റ് നമ്മൾ അങ്ങോട്ട് കയറണം, അവരുടെ കോമ്പൗണ്ടിലേക്ക് കയറണ ഗേറ്റ് തുറക്കണതിന് മുമ്പ് തന്നെ നമ്മൾ വേണമെങ്കിൽ ചിലപ്പോൾ ഫെയിൽ ആയി കാണുമായിരിക്കും. അപ്പൊ ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പോവുക. എല്ലാം പ്രിപ്പയർ ചെയ്ത് പ്രാക്ടിക്കലും കഴിഞ്ഞ് നമുക്ക് എത്ര ദിവസം കൊണ്ട് ഇത് എക്സ്പെക്ട് ചെയ്യാം? നമ്മൾ കംപ്ലീറ്റ് അപ്പൊ തന്നെ അറിയാം. നമുക്ക് നമ്മുടെ റൈഡിങ് സ്കിൽ അനുസരിച്ച് നമുക്ക് അപ്പൊ തന്നെ അവർ നമ്മളോട് പറയും. പാസ്സായ ഫെയിൽ ആയെന്നുള്ളത് അപ്പൊ തന്നെ അറിയാൻ പറ്റും. കേരള ടസ്കേഴ്സിന്റെ റൈഡിംഗ് ക്ലബ്ബിൽ അംഗമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവരുടെ ആ ഒരു സ്ട്രെങ്തും അവരുടെ ആ യൂണിറ്റിയും അതിനെപ്പറ്റി രണ്ടു വാക്ക് പറയാൻ പറ്റും? കേരള ടസ്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കേരള ടസ്കേഴ്സ് എന്ന് പറയുന്നത് ഞാൻ തുടങ്ങി വെച്ചൊരു ക്ലബ്ബാണ്. ഞങ്ങൾ ഒരു 4 പേര് കൂടി ഞങ്ങൾ സ്കോട്ട്ലൻഡിന് ഒരു ട്രിപ്പ് പോയായിരുന്നു. സ്കോട്ട്ലൻഡിന് ട്രിപ്പ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് ഞങ്ങൾക്ക് വേറൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് ആ ഗ്രൂപ്പ് UK മാത്രം ബേസ് ചെയ്ത് പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ മറ്റേ ഗ്രൂപ്പിൽ കുറച്ച് പേര് US-ലുള്ളവരുണ്ടായിരുന്നു, കുറച്ച് പേര് ഓസ്ട്രേലിയയിലുണ്ടായിരുന്നു, കുറച്ച് പേരാണെങ്കിൽ ന്യൂസിലൻഡിലുള്ളവരുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഒരു കണക്ഷൻ ഇല്ലായിരുന്നു. US-ലുള്ളവരൊന്നും നമ്മളോട് സംസാരിക്കാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ സ്കോട്ട്ലൻഡിന് ഞങ്ങളുടെ ഫസ്റ്റ് ലോങ് ട്രിപ്പായിരുന്നു അത്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ സ്കോട്ട്ലൻഡിൽ നിന്ന് തീരുമാനിച്ചു നമുക്ക് നമ്മുടേതായ ഒരു ക്ലബ്ബ് വേണമെന്നും തുടങ്ങണമെന്നും. അങ്ങനെ ഒരു പേര് കണ്ടുപിടിച്ചാണ് കേരള ടസ്കേഴ്സ് എന്ന്. കേരള ടസ്കേഴ്സ് എന്ന് പേര് കണ്ടുപിടിച്ച് ആ ഒരു സമയത്ത് 2018-19 സമയത്ത് ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ഏത് മലയാളിനെ കണ്ടാലും ചോദിക്കുമായിരുന്നു, ചേട്ടാ നിങ്ങൾക്ക് 2 വീലർ ഉള്ള ആരെങ്കിലും അറിയായിരുന്നോ എന്ന്. അങ്ങനെ കണ്ടുപിടിച്ച 4 പേരുടെ വാട്സപ്പ് ഗ്രൂപ്പ് 4 ആയി, 8 ആയി, 10 ആയി, 20 ആയി, 100 ആയി, ഇപ്പൊ 200ഓളം മെമ്പേഴ്സ് ആയി. പിന്നെ ഞങ്ങള് എല്ലാ വർഷവും ഞങ്ങളൊരു 4-5 റൈഡൊക്കെ ഓർഗനൈസ് ചെയ്യും. ഞങ്ങള് കയ്യിലുള്ള ഒരു ഡ്രൈവ് ലൈസൻസ് വെച്ച് നമുക്ക് യൂറോപ്പിൽ എല്ലാ രാജ്യത്തും ഡ്രൈവ് ചെയ്യാൻ പോകും. പിന്നെ നമുക്ക് യൂറോപ്പിൽ എല്ലായിടത്തും, നമുക്ക് യൂറോപ്പിലല്ല, നമുക്ക് എവിടെ വേണമെങ്കിലും, നമുക്ക് വേറെയെങ്കിലും യൂറോപ്പിന് പുറത്തു പോവുകയാണെങ്കിൽ നമുക്ക് അഡീഷണൽ നമ്മളിപ്പോൾ നാട്ടിൽ പോകുകയാണെങ്കിലും നമുക്ക് നമ്മുടെ 1409 കോഡ് വെച്ച് അതുപോലത്തെ ലൈസൻസ് എടുക്കണം. ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് എടുക്കുക, ഒരു സേഫ് സൈഡിൽ നമുക്ക് 6 മാസത്തേക്ക് എവിടെയെങ്കിലും ഒക്കെ പോകണമെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല. എന്നാലും ഒരു ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് കൂടെ ഉള്ളത് എപ്പോഴും സേഫ്റ്റിയാണ്. ഞങ്ങളിപ്പോൾ നിലവിൽ ബൈക്ക് കൊണ്ട് തന്നെ യൂറോപ്പിലെ ഒരു 15-16 രാജ്യങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ വണ്ടി. നമ്മൾ കഴിഞ്ഞതിന് മുമ്പിലത്തെ ആഴ്ച മേടിച്ചത് ബ്രാൻഡ് ന്യൂ S1000RR Gen 6. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വണ്ടി Gen 5 ആയിരുന്നല്ലോ. Gen 5-ൽ നിന്ന് Gen 6-ലേക്ക് നമ്മൾ മാറ്റി. ഇതിലേക്ക് മാറാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഞാൻ ഐൽ ഓഫ് മാൻ TTക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ പുതിയ വണ്ടി ഇച്ചിരൂടെ ഞാൻ ഫ്ലഷിൽ പോയി അടുത്ത് നിന്നൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് അങ്ങോട്ട് പുതിയ വണ്ടി വേണമെന്നൊരാഗ്രഹം വന്നു. പഴയ വണ്ടിയുടെ വിങ് എന്ന് വെച്ചാൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇവിടെ ഫ്ലാറ്റ് സ്ട്രെയിറ്റ് ആയിരുന്നു. ഇത് ഇച്ചിരൂടെ ബൾക്കിയാണ്. ഒത്തിരി നമുക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ വണ്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാതെ BMW അപ്ഡേറ്റ് ചെയ്യത്തില്ലല്ലോ. അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ ഇതെടുക്കാമെന്ന് തീരുമാനിച്ചത്. നമ്മുടെ ഫ്രണ്ട് ഇവിടെയാണെങ്കിൽ വ്യത്യാസമുണ്ട്, നോസ് വ്യത്യാസമുണ്ട്, വിങ്സ് വ്യത്യാസമുണ്ട്. ബാക്കിലേക്ക് അധികം വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ ഫെയറിങ്സിന് ചെറിയ വ്യത്യാസമുണ്ട്, ഫെയറിങ്സിൻ്റെ ഇൻടേക്സിന് വ്യത്യാസമുണ്ട്. പിന്നെ സൈലൻസറൊക്കെ സെയിമാണ്, അക്രോപോവിക്ക് തന്നെയാണ് വന്നേക്കണത്. ബാക്കിയെല്ലാം തന്നെ വലിയ വ്യത്യാസങ്ങളില്ല. ഞാൻ പിന്നെ നമ്മുടെ 2025 വണ്ടിയുടെ അന്ന് എഴുതി ഒട്ടിക്കാതിരിക്കാനായിട്ട് എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഞാൻ കാരണം എൻ്റെ പ്രൈവറ്റ് നമ്പർ പ്ലേറ്റ് തന്നെ വെച്ചത്.
നമുക്ക് വേണമെങ്കിൽ 2025 പ്ലേറ്റ് വരും. പ്ലേറ്റിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ പുതിയ വണ്ടിയിൽ നിന്ന് ആരെയും കാണിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഈ വണ്ടിയുടെ ഈ മോഡൽ അറിയാവുന്നവർക്കറിയാം ഇത് 25 മോഡലാണെന്നുള്ള കാര്യം. പിന്നെ ഞാൻ എക്സ്ട്രാ സംഭവങ്ങൾ എന്ന് പറയാനാണെങ്കിൽ വണ്ടി ഓൾറെഡി ഫുൾ PPF ചെയ്താണ്, ഫുൾ പെയിൻറ്റ് പ്രൊട്ടക്ഷൻ ചെയ്തേക്കണതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്ക്രാച്ചസ് സംഭവങ്ങളൊന്നും വന്നു കഴിഞ്ഞാലും ആ PPFൽ നിന്നോളും, നമ്മുടെ പെയിൻറ്റിലേക്ക് വരത്തില്ല. പിന്നെ കുറച്ച് നമുക്കിതിൻ്റെ കോസ്റ്റാണ്. പിന്നെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 200 pounds വരും പുതിയ വണ്ടിയാണെങ്കിൽ, ഓയിൽ സംഭവങ്ങളൊക്കെ മാറ്റാനായിട്ട്. അത് 600 മൈലിലാണ്. നമ്മളിപ്പോൾ വണ്ടിയുടെ ഗ്രേസ് പീരീഡിലാണ്. നമുക്കിപ്പോൾ റണ്ണിങ് ഇൻ പീരീഡ് എന്ന് പറയത്തില്ല. നമ്മളിപ്പോൾ വണ്ടി ഓടിച്ച് 600 മൈൽ നമ്മുടെ വണ്ടി ഒന്ന് ഓടിച്ച് സെറ്റാക്കുക. ഫസ്റ്റ് സർവീസ് ഞാനിപ്പോൾ ഓൾറെഡി ജൂലൈ 16 ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് തന്നെ കിട്ടാനായിട്ട് ഭയങ്കര പാടായിരുന്നു. പിന്നെ അവിടെ വിളിച്ച് ഇച്ചിരി ഒച്ചപ്പാടൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ജൂലൈ 16 ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്. സെക്കൻഡ് സർവീസ് എന്ന് പറയാനാണെങ്കിൽ എക്സ്പെൻസീവ് ആണ്. സെക്കൻഡ് സർവീസ് നമുക്ക് 6000 മൈലിൽ ചെയ്യണം. BMW ആകുമ്പോൾ 6000 മൈലിൽ ചെയ്യാനായിട്ട് നമുക്ക് 2 ഓപ്ഷനാണ്. എല്ലാം ഇയർലി ചെയ്യാം. ഇയർലി വേണമെങ്കിൽ നമുക്ക് എല്ലാ വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാം. അല്ലെങ്കിൽ 6000 മൈലിൽ അടുത്ത 6000 മൈലിൽ ചെയ്യാനായിട്ട് നമ്മളാവുമ്പോൾ ചെയ്യുക. പിന്നെ അടുത്ത എക്സ്പെൻസ് എന്ന് പറയുന്നത് ടയറാണ്. നമുക്ക് 2 ടയറും ഇതിൻ്റെ മിച്ചലിൻ്റെ ടയർ വരും, റോഡ് ടയർ വരും, അല്ലെങ്കിൽ നമുക്ക് ഇത് എക്സ്ട്രാ സ്റ്റിക്കി ടയറാണ്. ഞാൻ ഉപയോഗിക്കുന്നത് ബ്രിഡ്സ്റ്റോണിൻ്റെ ആണ്. ഞാൻ എൻ്റെ പഴയ വണ്ടിയിൽ 400 pound കൊടുത്ത് നമ്മളെ ബ്രിഡ്സ്റ്റോണിൻ്റെ S23 പുതിയ മോഡൽ ടയർ മേടിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് ഏറ്റവും വലിയ സങ്കടം എന്ന് പറഞ്ഞായിട്ട് ഈ പുതിയ വണ്ടി 2025 വണ്ടിക്കകത്ത് വന്നേക്കുന്ന ടയർ S22 ആണ്. അപ്പോൾ ഓൾ സ്റ്റോക്ക് അവർ ക്ലിയർ ചെയ്യാനാണ്. പിന്നെ ഞാനത് ഡീലറിനോട് പറഞ്ഞപ്പോൾ ഡീലർ പറയണത് നമുക്ക് അത് അറിയത്തില്ല, ഈ വണ്ടി 2025 എപ്പോൾ ഉണ്ടാക്കി വെച്ചാന്ന് അറിയത്തില്ലല്ലോ. 23 S23 ടയർ ഇപ്പം റിലീസ് ചെയ്തോളൂ. അപ്പോൾ ഇത് അതിന് മുമ്പ് ചിലപ്പോൾ ഇട്ട ടയറായിരിക്കും, അല്ലെങ്കിൽ അവരും സ്റ്റോക്ക് ക്ലിയർ ചെയ്യില്ല, അവർ ബൾക്കായിട്ട് മേടിക്കണതാണ്. ആ ഒരു ഇഷ്യൂ മാത്രമാണ് എനിക്കൊന്ന് മാനസികമായിട്ട് എനിക്ക് ചെറിയൊരു ഇത് വന്നത്. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിത്തെ എല്ലാം തന്നെയും ഞാൻ ഹാപ്പിയാണ്. നല്ലൊരു വണ്ടിയാണ്. ഇന്ന് തന്നെ ആണെങ്കിൽ തന്നെയും നമ്മുടെ ABS ഒരു സംഭവമാണ്. ഞാൻ ഇന്നിപ്പോൾ വണ്ടിയിൽ ചെറിയൊരു സാധനം ഞാൻ ഇച്ചിരി സ്റ്റിക്കർ വർക്ക് ചെയ്യാനായിട്ട് ഞാൻ ഫ്രണ്ടിൽ നമ്മുടെ ഒരു നമ്പർ കൊടുക്കാനും, പിന്നെ ഇവിടെ ചെറിയൊരു RRൻ്റെ ഒരു സ്റ്റിക്കർ കൊടുക്കാനായിട്ടും, ഒരു RRൻ്റെ ഒരു വിങ്ങിൽ ഒരു സ്റ്റിക്കർ കൊടുക്കാനൊക്കെ ആയിട്ട് ഞാനൊന്ന് പോണ വഴിക്ക് നല്ലൊരു ചരളുണ്ടായിരുന്നു. ചരളിൽ കയറിയിട്ട് വണ്ടി ഫുള്ളൊന്ന് ബബിളായിരുന്നു, കയ്യിൽ നിന്ന് പോയില്ല. ABS ഉള്ള കാരണം സംഭവം നമ്മളെ കയ്യിൽ, ഞാൻ പിന്നെ എക്സ്പീരിയൻസ് നമുക്കൊരു ഫാക്ടറാണ്. ജസ്റ്റ് ഞാൻ ചരല് കണ്ടപ്പോൾ തന്നെ ഞാൻ ആക്സിലേറ്റർ ത്രോട്ടിൽ ഫുള്ള് കയ്യിൽ നിന്ന് കൊടുത്തായിരുന്നു. പിന്നെ ഇതിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇത് ക്വിക്ക് ഷിഫ്റ്റ് ഇതാണ്, ആക്ഷൻ ത്രോട്ടിലാണ്. നമ്മുടെ പഴയ വണ്ടി പോലെ നമുക്ക് ഇവിടുന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ കൈ തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് കണ്ടില്ല, ഇത്രയും ഉള്ളൂ. ഇത്രയും തിരിച്ചു കഴിഞ്ഞാൽ ഫുള്ളായി. അപ്പോൾ നമ്മൾ അങ്ങനെ തിരിക്കുമ്പോൾ തന്നെ വണ്ടി പിടിവിട്ട് പൊക്കോളും. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. പിന്നെ ഒത്തിരി ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ ഇത് ഫുള്ളി ഇലക്ട്രോണിക്സ് ആണ് വണ്ടി. നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെയൊന്നും പെട്ടെന്ന് വണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് താഴെ പോകത്തില്ല. ആൻറ്റി വീലി ഉണ്ട്, ആൻറ്റി സ്കിഡ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വണ്ടി സ്കിഡ് ആവത്തൊന്നുമില്ല. അങ്ങനെ ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഉള്ളതാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ഓടിക്കാം. അതാണ് ഇതിൻ്റെ ഗുണം. നമുക്ക് ജസ്റ്റ് ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ വണ്ടി ഓടിക്കാൻ പറ്റും. നമുക്ക് വലിയ കഴിവൊന്നും ഈ വണ്ടി ഓടിക്കാൻ വേണ്ട. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി വെയിറ്റ് താങ്ങാനുള്ളതും, പിന്നെ ഇതിൻ്റെ മെനൂവറിംഗ് ഒക്കെ ഒന്ന് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1000 cc ഈസി ആയിട്ട് നമുക്കൊരു ബിഗിനർ ബൈക്കൊക്കെ ആയിട്ട് സുഖമായിട്ട് എടുക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ ഒരു നാക്ക് ഒന്ന് കിട്ടണമെന്നേ ഉള്ളൂ, ഓടിക്കാനുള്ളൊരു നാക്ക്. ബാക്കിത്തെ എല്ലാം നാച്ചുറലാണ്. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടും. നമ്മുടെ ഈ സ്പോർട്സ് ബൈക്ക് കൊണ്ട് നമ്മൾ ലോങ് ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് കംഫർട്ടാണ് അത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ഞങ്ങളിപ്പോൾ ഒരു 3 ലോങ് ട്രിപ്പ് കഴിഞ്ഞു. ഞങ്ങളൊരു സ്വിറ്റ്സർലൻഡ് ചെയ്തായിരുന്നു, ഒരു സ്പെയിൻ, ഫ്രാൻസ് ചെയ്തായിരുന്നു. ഞങ്ങളിപ്പോൾ നിലവിൽ അടുത്ത് ഞങ്ങളുടെ ഇപ്പോൾ പോർച്ചുഗൽ ട്രിപ്പ് വരുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ 2 ട്രിപ്പ് ചെയ്തത് 2 യൂറോപ്യൻ ട്രിപ്പ് ചെയ്തതും സൂപ്പർ സ്പോർട്സ് ബൈക്കിലാണ്. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് സൂപ്പർ സ്പോർട്ടാണ്. നമുക്ക് ഒറ്റ പ്രശ്നമുള്ളൂ, ലഗേജ് വെക്കാനായിട്ടുള്ള ഒരു പ്രശ്നം. ഇതിന് ഏറ്റവും ലൈറ്റ് പാക്കിംഗ് ആണ് നമ്മൾ. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ തന്നെ നമുക്ക് ഇന്നർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ തെർമൽ പോലെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നർ ഇതിപ്പോൾ ചൂടത്താണെങ്കിൽ തണുപ്പ് തരും, തണുപ്പത്താണെങ്കിൽ ചൂടാവും. അപ്പോൾ അങ്ങനെ സംഭവമാണ്. അപ്പോൾ അത് എല്ലാ ദിവസവും നമ്മളിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടാൽ മതി നമുക്കിത്. അപ്പോൾ നമ്മൾ അതിനുള്ള ഒരു ഡ്രസ്സ് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ 10 ദിവസത്തെ ട്രിപ്പിനൊക്കെ പോകണമെങ്കിൽ നമ്മളിപ്പോൾ ലൈറ്റ് പാക്കിങ് പഠിച്ചു. പണ്ടായിരുന്നെങ്കിൽ ആദ്യത്തെ ട്രിപ്പിനൊക്കെ പോയപ്പോഴത്തേക്കും നമ്മൾ 5 ദിവസത്തെ ട്രിപ്പാണെങ്കിൽ 5 സോക്സ്, 5 എല്ലാ സംഭവങ്ങളും 5 വീതം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതൊക്കെ മാറ്റി വളരെ ലൈറ്റായിട്ട് പാക്ക് ചെയ്യുക. പിന്നെ ഇത് വളരെ ഈസിയാണ്. ഏറ്റവും ഈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നിമ്പിളായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. കോർണറൊക്കെ ആണെങ്കിലും നമുക്ക് ട്രിപ്പ് പോകാനാണെങ്കിലും ഏറ്റവും സുഖം. നമുക്ക് ഇവിടുത്തെ പോലത്തെ റോഡൊന്നുമല്ല. നമ്മളിപ്പോൾ യൂറോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ സൂപ്പർ റോഡുകളാണ്.
നമുക്ക് അതുപോലെ നമുക്ക് ആസ്വദിച്ച് കൊണ്ട് ഓടിക്കാൻ പറ്റും. ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണുമായിരിക്കും, അപ്പോൾ എന്നും റൈഡേഴ്സ് പോകാത്ത അല്ലെങ്കിൽ എന്നും ട്രിപ്പ് പോകാത്ത സ്ഥലങ്ങളൊക്കെ. പിന്നെ ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ ആൾക്കാർ പറഞ്ഞാണല്ലോ, ഈ ഇംഗ്ലീഷുകാരോട് ചോദിച്ചാലും അവർ പറയണ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൂർ ദ ഫ്രാൻസ് കഴിഞ്ഞിട്ട് യൂറോപ്പിലേക്ക് ട്രിപ്പ് പോവുക. റോഡുകൾ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അടിപൊളി. അതാണ് ഒരു ജൂൺ ജൂലൈ സമയത്ത് അങ്ങ് പോയേക്കുക എന്ന് വെച്ചാൽ റോഡെല്ലാം നല്ല സ്പാങ്കിങ് ക്ലീൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ടൂർ ദ ഫ്രാൻസിന് വേണ്ടിയിട്ട് എല്ലാ റോഡും അവർ നന്നായിട്ട് ഉണ്ടാക്കും ഈ സൈക്കിൾ പോകാനായിട്ടേ. അപ്പോൾ എല്ലാ റോഡും നല്ലതായിരിക്കും. അപ്പോൾ അതിപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയേക്കണം ഇതാണ്. പിന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ചുമ്മാ ടാങ്കിലേക്ക് അങ്ങ് കിടക്കാം, ഇതങ്ങ് പൊക്കോളും. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ക്രൂസ് കൺട്രോൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ 70 ആണെങ്കിൽ 70 സെറ്റ് ചെയ്യുക, പയ്യെ അങ്ങ് പോയേക്കാം, റെസ്റ്റ് ചെയ്യാം. എല്ലാ പുതിയ വണ്ടിക്ക് തന്നെ ഉണ്ട് കേട്ടോ ക്രൂസ് കൺട്രോൾ സംഭവങ്ങളൊക്കെ. നമുക്ക് ചുമ്മാ അങ്ങ് ഇട്ടേക്കുക, അതിന്റെ സ്പീഡിൽ അങ്ങ് പൊക്കോളാം, സ്പീഡ് ലിമിറ്റ് സെറ്റ് ചെയ്ത് അങ്ങ് പോയാൽ മതി. പുതിയതായിട്ട് UK-ല് ഡ്രൈവ് ലൈസൻസ് എടുക്കാൻ നിൽക്കുന്നവർക്ക് എന്തൊക്കെ അഡ്വൈസ് ആണ് കൊടുക്കാനുള്ളത്? സേഫ്റ്റി മെഷേഴ്സ് ആണെങ്കിലും ഡ്രൈവ് ലൈസൻസ് എടുക്കാൻ പോകുന്നവരാണെങ്കിലും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ചെയ്യേണ്ടത്? നമുക്ക് മോർ റൈഡേഴ്സ് ഇഷ്ടം പോലെ, എല്ലാവരും നാട്ടിൽ നിന്ന് വരുന്ന എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് ഒരു 2 വീലർ മേടിക്കുക, ഒരു 2 വീലർ ലൈസൻസ് എടുക്കുക എന്നുള്ളത്. എല്ലാവരും ലൈസൻസ് എടുക്കുക. അപ്പം നമുക്ക് ഇവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവരാദ്യം തന്നെ പറയുന്ന ഒരു സംഭവമാണ് എക്സ്പെക്ട് ദി അൺഎക്സ്പെക്റ്റഡ്. നമുക്ക് 2 വീലർ ലൈസൻസ് എടുക്കാൻ പോകുമ്പോഴത്തേക്കും എല്ലാ സ്കൂളിലും തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അവർ നമ്മളോട് പറയുന്ന സംഭവമാണ്. എന്ന് വെച്ചാൽ എപ്പോൾ ആളും എന്ത് വേണമെങ്കിലും വരാം. എന്ന് വെച്ചാൽ നമ്മളെ ഈ സാധനത്തിനെ പല ആളുകളും കാണത്തില്ല. അപ്പം നമ്മളിപ്പോൾ ഒരു ഓവർടേക്ക് ചെയ്യുവാണെങ്കിലും നമ്മളൊരു മെനൂർ ചെയ്യുവാണെങ്കിലും നമുക്ക് വണ്ടി പുറത്തേക്ക് നിന്ന് വന്നിട്ടുണ്ടോന്നോ അല്ലെങ്കിൽ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടോന്നോ ഇപ്പോൾ റൗണ്ട് ബോട്ടിൽ നിന്നാണെങ്കിലും എല്ലാം നമ്മളെ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ് എപ്പോഴും പറയുന്നത്. അതെപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ വണ്ടി പുതിയതായിട്ട് മേടിക്കണമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ ഇത് ഒത്തിരി ഹെവിയാണ് ഈ വണ്ടികളെല്ലാം. അപ്പോൾ നമ്മുടെ നാട്ടിൽ വളയ്ക്കണ പോലെ തന്നെ പെട്ടെന്ന് പോയി വളയ്ക്കാൻ നോക്കുക, ആ സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക. എനിക്കിപ്പോൾ അറിയാവുന്ന നമ്മുടെ 3-4 പുതിയ കൂട്ടുകാർ എന്ന് വെച്ചാൽ ബൈക്കിൽ ഗ്രൂപ്പിൽ കൂടെ പരിചയപ്പെട്ടവരെല്ലാം പുതിയ വണ്ടി മേടിച്ച് ആദ്യത്തെ ആഴ്ച തന്നെ മറിച്ചിട്ട 3-4 പേരെ നമുക്കറിയാം. ഈ വണ്ടിയുടെ ഓടിക്കാനുള്ള നമ്മൾ ആദ്യം തന്നെ ഇവിടെ വന്ന ആദ്യത്തെ 1-2 വർഷത്തിലൊന്നും ആരും പുതിയ വണ്ടി മേടിക്കത്തില്ലല്ലോ. പുതിയ വണ്ടി മേടിക്കുന്നവരൊക്കെ ഒത്തിരി സെറ്റിലൊക്കെ ആയിട്ട് പൈസ ഉള്ളവരാണ്. അപ്പോൾ വണ്ടി മേടിക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മുടെ കേപ്പബിലിറ്റി ഉള്ള വണ്ടി മേടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇച്ചിരി എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോവുക. എപ്പോഴും നമുക്കൊരു പുതിയ വണ്ടി മേടിച്ച് തുടങ്ങുന്നതിലും ഭേദം ഒരു ചെറിയൊരു വണ്ടി എടുത്ത് ഒരു 600cc അല്ലെങ്കിൽ 750cc ഒക്കെ വണ്ടി എടുത്തിട്ട് നമ്മളൊന്ന് കൈ തെളിഞ്ഞു കഴിഞ്ഞിട്ട് പുതിയ വണ്ടിയിലേക്ക് പോവുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും നല്ലൊരു അഡ്വൈസ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് റൈഡ് അറ്റ് യുവർ ഓൺ പേസ്. നമ്മളെ കൊണ്ട് പറ്റുന്ന സ്പീഡിൽ മാത്രം ഓടിക്കുക. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ ഗ്രൂപ്പ് റൈഡിന് പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വേറൊരാളാവാൻ ശ്രമിക്കും. അത് മാത്രം എപ്പോഴും ഒഴിവാക്കാം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി. എന്ന് വെച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഓക്കെ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, അപ്പം നമ്മളും അവരെ പോലെ തന്നെ. പക്ഷേ ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 100-150cc അല്ലെങ്കിൽ 200cc പൾസർ മാക്സിമം അല്ലെങ്കിൽ 350cc റോയൽ എൻഫീൽഡ് അല്ലെങ്കിൽ 500cc ക്ലാസിക് 500 ഒക്കെ ആണല്ലോ നാട്ടിൽ ഓടിക്കണം. പക്ഷെ അതിൻ്റെ പവർ എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. അതൊക്കെ ഒരു എത്ര അതിൻ്റെ എനിക്ക് നാട്ടിലറിയത്തില്ല, ഒരു 40-50-70 bhp കൂടുതലുണ്ടോ എനിക്കറിയത്തില്ല, അതിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സാധനം എന്നൊക്കെ പറഞ്ഞത് ഒരു 210 bhp വണ്ടിയാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് ഹോഴ്സ് പവറിന് വ്യത്യാസം, അതെല്ലാം വ്യത്യാസങ്ങളുണ്ട്. അപ്പം നമ്മൾ എവിടെയെങ്കിലും ഒരു ഗ്രൂപ്പ് റൈഡ് ഓർഗനൈസ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും തന്നെ ഒരു ബ്രീഫിംഗ് ഒക്കെ ചെയ്ത് എല്ലാവരോടും പറയാറുണ്ട്. അതൊക്കെ നോക്കിയിട്ട് അപ്പം നമ്മുടെ പേസിൽ വണ്ടി ഓടിക്കാൻ നോക്കുക. നമ്മൾ അത്രയും കോൺഫിഡൻ്റ് ആയി കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ വേറൊരാളെ ചേസ് ചെയ്യാൻ പോവുക അല്ലെങ്കിൽ വേറൊരാളെ പോലെ ഓടിക്കാൻ ശ്രമിക്കുക. അതൊക്കെ നമ്മളെപ്പോഴും പറ്റുവാണെങ്കിൽ ഫുൾ ഗിയറിൽ തന്നെ. ഞാനിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വിളിച്ചു ഞാൻ വന്നു, നമ്മുടെ വീട്ടിൽ നിന്ന് 5 മിനിറ്റേ ഉള്ളൂ, എന്നാലും 5 മിനിറ്റ് ഉള്ളൂങ്കിൽ പോലും ഞാൻ കണ്ടില്ല. ഞാൻ ഫുൾ സംഭവം ഞാൻ എൻ്റെ ബാക്ക് പ്രൊട്ടക്ടർ ഇട്ടിട്ടുണ്ട്, ഫുൾ ഗിയറിൽ തന്നെയാണ് ഞാൻ വന്നത്. എനിക്ക് ജസ്റ്റ് ഹെൽമെറ്റ് മാത്രം ഇട്ടുണ്ടെങ്കിൽ വന്നാൽ മതിയായിരുന്നു. പക്ഷേ നമ്മളെപ്പോഴും നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കുക. ഞാൻ നാളെ എന്ത് സംഭവിക്കുമെന്ന് വറി ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനല്ല. നാളെ എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ന് ഉറങ്ങി നാളെ എണീക്കാൻ പറ്റുമെന്ന് അറിയാൻ വളരെ നമുക്കറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ ജീവിതം സന്തോഷമായിട്ട് ജീവിക്കുക, അതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ നമ്മുടെ സന്തോഷമാണിത്.